ശരി ഞാൻ കൊടുക്കാമാണ്. രഹസ്യം പറയാനേ പറ്റൂല. എന്ത് ഈ ചോയ്സ് നിന്നപ്പോ ഈ സാധനം ഓടി വന്ന് ചോയ്സ് നിക്കണം. ഒരു സാധനം ദൈവമേ, ഒരു സാധനം വാങ്ങാൻ പറ്റൂല. കടയിൽ പോയാലും തോണ്ടാൻ വേണ്ടി വന്നോളൂ അവിടെ. തോണ്ടി തോണ്ടി അവിടെ വരും. അവൾ ഓരോ സാധനവും അവൾ എന്ത് ചെയ്യും, എന്തിനു വാങ്ങിച്ചെന്ന് പറഞ്ഞ് എനിക്ക് തരും. ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നലെ ഞാനാണെങ്കിൽ ബർത്ത്ഡേ വ്ളോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് പിന്നെ ഇപ്പോൾ എൻ്റെ അനിയത്തി എനിക്ക് ഗിഫ്റ്റ് വാങ്ങിച്ചു തരുന്ന ഒരു കുറച്ച് വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ സംഭവം എന്ന് വെച്ചാൽ ഇത്രയും നേരം അവൾ എന്നെ വഴക്ക് പറഞ്ഞത് അമ്മയും അവളും കൂടെ എനിക്ക് വേണ്ടി ഗിഫ്റ്റ് വാങ്ങിക്കാൻ വേണ്ടി എന്താ പറയുക പോയി സർപ്രൈസ് ആയിട്ട്. പക്ഷെ ഞാൻ എന്ത് ചെയ്തു, അറിയാതെ കടയിൽ വന്നു, ഇവരെ കണ്ടു. പിന്നെ ഞാൻ ഇവരെ ബേക്കേ നടക്കുകയായിരുന്നു. അതുകൊണ്ട് അവൾക്ക് ഗിഫ്റ്റ് സർപ്രൈസ് ആക്കാൻ പറ്റിയില്ല. അതിൻ്റെ ഒരു വിഷമം അവൾക്കുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോ എന്ത് ചെയ്യാം കാണാം. ഞാൻ ഇന്നത്തോടെ എല്ലാ പൈസയും ചിലവാക്കാണ്. എൻ്റെ കയ്യിൽ ഇത്രയൊക്കെ ഉണ്ട്, എന്നാലും ഞാൻ ചിലവാക്കുകയാണ്. എവിടെ നിന്റെ കുഞ്ഞു പൈസ കാണിച്ചോ? എൻ്റെ കുഞ്ഞു പൈസ ആണിത്. ഇത്രയുണ്ട്, ഒരു 200, പിന്നെ ബാക്കി എത്രയാണെന്ന് എനിക്കറിഞ്ഞൂടാ. എന്നാലും പോയി വാങ്ങാം. ചിലവാക്കണം ഞാൻ. എന്തിന് ചിലവാക്കണേ? ഞാൻ ചേച്ചി ഒളിച്ചാണ് ഞാൻ കൊടുക്കാൻ പോവുകയാണ് ഗൈസ്. എന്തിനാണ്? ഒരു ബാഗ്, സോറി, ഞാൻ ഒരു കുപ്പിയും. അവർക്ക് ഡ്രോയിങ് ഒക്കെ ഇഷ്ടമാണ് വരയ്ക്കാൻ. അങ്ങനെ ഞാൻ വരയ്ക്കാൻ വേണ്ടി ഒരു ഡ്രോയിങ് ബുക്ക് വാങ്ങിച്ചു. അങ്ങനെ നമുക്ക് എന്തിനു വാങ്ങിക്കൊടുക്കണം? ഇത് വാങ്ങാമോ? എന്തെങ്കിലും ഭക്ഷണം തിന്നു വയറൊട്ടി കിടക്കണുണ്ട് സാധനത്തിൻ്റെ നോക്കി. അയ്യോ, നീ എന്തിനു വന്നേ? അത് മാറി എന്നും ആകാരം തിന്നു. ഇങ്ങനെയാണെങ്കിൽ വാങ്ങണോ? എന്റെ ആകെ എത്രയുണ്ട്? 200 രൂപയുണ്ട്. അതിനാണ് 270. പിന്നെ വേറെ എന്തൊക്കെ കുഞ്ഞു വാങ്ങിച്ചു കൊടുക്കണം? കേക്ക് ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട് അമ്മ വിശ്വസിക്കുന്നില്ല. ഉണ്ടാക്കി, പക്ഷെ കൊള്ളായിരുന്നു. ഈ പ്രാവശ്യം ഉണ്ടാക്കാൻ അമ്മ സമ്മതിക്കുന്നില്ല. ഐസ്ക്രീം ഉണ്ടാക്കിയാലോ? ഇത് സീരിയസ് ആണ് ഞാൻ ഉണ്ടാക്കാമോ ചേച്ചി? നിനക്ക് ഐസ്ക്രീം ഉണ്ടാക്കറിയാമോ? അതിന് നീ സർപ്രൈസ് കൊടുക്കണല്ലേ? ആ ശരിയാണല്ലോ, ഐസ്ക്രീം സർപ്രൈസാ. പൗഡറാണത്. ഇതൊക്കെ വാങ്ങിക്കണം ഇനി. ചേച്ചി ഇതങ്ങനെ ഉണ്ടല്ല സോസ് ഞാൻ വാങ്ങിച്ചതാ. വേണ്ട, എനിക്ക് കുഴപ്പമൊന്നുമില്ല. എൻ്റെ പൈസ ഞാൻ ഇന്നത്തോടെ തീക്കാൻ പോണു. 60. ഓക്കെ അമ്മ, ഞാൻ സീരിയസ് ആയിട്ട് ഇത് വാങ്ങട്ടാ. 60 ഉള്ളൂ. വേണ്ട, ഇത് എന്നെ അമ്മയുടെ കുഴപ്പം. അതേ വാങ്ങാൻ മുട്ടിയിരിക്കുമ്പോ വാങ്ങാൻ സമ്മതിക്കാതെ. നിന്റെ അതിനുള്ള കാശൊന്നും ഇല്ല. ഞാൻ തീക്കാൻ പോണേ. 200 രൂപ ഉണ്ട് തീക്കാൻ പോണേ. ചേച്ചി എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കണ്ടേ? ഐസ്ക്രീം ഞാൻ കുറെ വർഷമായി കണ്ടിട്ട്. അവൾ വളരുന്നത് കാണിച്ചു കൊടുക്കട്ടെ. 55 രൂപ ഉള്ളൂ. കേട്ടോ ഗൈസ്, ഞാൻ കണ്ടിട്ട് പോലും ഇല്ല. എൻ്റെ ചേച്ചി ഒരു വള കണ്ട് പാവപ്പെട്ട ചേച്ചി ഒരു വള മാത്രം ഇട്ട് കിടക്കുന്ന മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. പറഞ്ഞിട്ട് കാര്യമില്ല, ഇടും വേറെ എന്തൊക്കെയാണ് നോക്കണേ അമ്മ. വാങ്ങാം, ചാർജ് അടിച്ചു പിടിക്കാം. ഇതിൽ നിന്ന് ഒന്ന് ഇവിടെ പൊട്ടിയ ഇനി നമുക്ക് 3 എണ്ണം വാങ്ങേണ്ട അവസ്ഥ വരും. അതുകൊണ്ടാണ് ഞാൻ ശ്രദ്ധിച്ചൊക്കെ മുറിക്കണം. ഇനി വേറെ പാല് ഉണ്ടോ വീട്ടില്? ഇതും എന്തടി? ബർത്ത്ഡേ അല്ലേ? 89 രൂപ വാങ്ങണോ?
പായസം വെക്കണം. നീയാ വാങ്ങിച്ചു കൊടുക്കാൻ പോണേ? കാര്യമൊന്നുമില്ലല്ലേ പൈസ വെച്ചിട്ട്. ഞാൻ എല്ലാവർക്കും കൊടുക്കാണ്ട അവസ്ഥയായി. നൂഡിൽസ് വാങ്ങിച്ചാലോ? ഇല്ല, അത് നിന്റെ താഴെ ചോദിച്ചു ഞാൻ വലിയ വേണം. റൈസ് ഞാൻ ഇത് വാങ്ങാൻ പോവാണ്. എത്രയെന്ന് അറിഞ്ഞാൽ ബാക്കി അച്ഛൻ്റെ തെറ്റി അടിക്കാം. എല്ലാം ചേച്ചിക്കാ? പകുതി എനിക്കാണ്. നിനക്ക് ഇഷ്ടമുള്ളത് അടിച്ചിട്ട് റൈസ് ഇത് എനിക്ക് വാങ്ങുന്നു, ഇത് ചേച്ചിക്ക് വാങ്ങുന്നു. ഇഷ്ടമായതുകൊണ്ടെന്ന് പറ. ഇഷ്ടമുണ്ട്, എന്നാലും വാങ്ങും. ഇതൊക്കെ ഞങ്ങൾ ബേക്കറിയിൽ നിന്ന് രാവിലെ വാങ്ങിച്ചതാണ്. പിന്നെ അച്ഛൻ ഞങ്ങൾക്ക് ഡിന്നറിന് വേണ്ടി എനിക്കിഷ്ടമുള്ള അപ്പവും ചിക്കൻ കറിയും, പിന്നെ അച്ഛൻ ചിക്കൻ കറി കഴിക്കാത്തതുകൊണ്ട് അച്ഛന് ബീഫും പെരട്ടുമാണ് വാങ്ങിച്ചത്. ഞങ്ങൾക്ക് 3 പേർക്കും ചിക്കൻ കറി തന്നിട്ട് അച്ഛൻ ബീഫ് ഒറ്റയ്ക്ക് തിന്നാനുള്ള പ്ലാനിങ്ങിലായിരുന്നു. പക്ഷെ ഞങ്ങൾ സമ്മതിച്ചില്ല. ഞങ്ങൾ അച്ഛൻ്റെ നിന്ന് പിടിച്ച് വാങ്ങിച്ച് കഴിക്കുകയാണ് ചെയ്തത്. പിന്നെ ഞാൻ വന്നിട്ട് ഒറ്റ മോളാണ് 9 വയസ്സ് വരെ. അതിനുശേഷമാണ് അനിയത്തി ആയത്. അപ്പോഴത്തേക്കും അതുവരെ എൻ്റെ ബർത്ത്ഡേ നല്ല ലാവിഷായിട്ടൊക്കെ തന്നെയാണ്, എന്താ പറയുക, സദ്യയൊക്കെ വെച്ചും ഒക്കെ നല്ല രീതിയിലാണ് നടത്തിക്കൊണ്ടിരുന്നത്. പിന്നീട് അവൾക്കൊരു വയസ്സിൻ്റെ ബർത്ത്ഡേക്ക് ആൾക്കാരെയൊക്കെ വിളിച്ചു കേക്കൊക്കെ മുറിക്കണ കണ്ടിട്ട് വീട്ടുകാർക്കൊക്കെ എന്നല്ലേ അമ്മയ്ക്കായാലും അച്ഛനായാലും ഒരു ഇത്, ഇനിയിപ്പോൾ അവൾ വിചാരിക്കുമോ ഇനി അവളുടെ ബർത്ത്ഡേ ഞങ്ങൾ ആഘോഷിക്കാണ്ടിരിക്കുമ്പോൾ അവൾക്കൊരു രണ്ടായിട്ട് തോന്നുമോ എന്നുള്ളൊരു ഫീല്. എൻ്റെ ബർത്ത്ഡേക്കും എന്ന് വെച്ചാൽ അവളുടെ ബർത്ത്ഡേ മെയ്യും എൻ്റെത് ജൂലൈയിലുമാണ്. അപ്പം 1 മാസത്തെ ഡിഫറൻസേ ഉള്ളൂ എങ്കിൽ എൻ്റെ ബർത്ത്ഡേ നല്ല രീതിയിൽ എന്ത് ചെയ്തു അന്ന് തൊട്ട് ഒരു കുറവും ഇല്ലാണ്ട് എൻ്റെ ബർത്ത്ഡേ ഇതേപോലെ ആഘോഷിക്കാറുണ്ട്. അതുകൊണ്ട് ഇതൊക്കെ തന്നെയാണ് ഞങ്ങളുടെ കുഞ്ഞു വിശേഷങ്ങൾ. അപ്പോൾ എന്തായാലും ഇത് ഫുള്ളായിട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എൻ്റെ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്തും ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സപ്പോർട്ട് ചെയ്യുക. വീണ്ടും അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ. ഇനി ഫുള്ള് വോയിസാണ് ഗൈസ്. ഭയങ്കര രഹസ്യമായിട്ട് ഞാൻ കൊടുക്കാനാണ്. രഹസ്യം പറയാനേ പറ്റൂല. എന്ത് ഈ ചോയ്സ് നിന്നപ്പോ ഈ സാധനം ഓടി വന്ന് ചോയ്സ് നിക്കണം. എന്തൊരു സർപ്രൈസ്. ഒരു സാധനം, ദൈവമേ, ഒരു സാധനം വാങ്ങാൻ പറ്റൂല. കടയിൽ പോയാലും തോണ്ടാൻ വേണ്ടി വന്നോളവിടെ തോണ്ടി അവിടെ വരും. 2 മാസം കൊണ്ട് ഉണ്ടാക്കിയ 270 ആ സാധനം എടുത്തു. 270 പോയി കിട്ടിയാ? നീ എത്ര രൂപയ്ക്ക് വാങ്ങിക്കായിരുന്നേ? 120 രൂപ. ഞാൻ വന്ന് കയറി അവിടെ വെച്ച്. ഇവള് വന്ന് കയറിയായിരുന്നു. ദൈവമേ, എന്റെ എന്താ പറയണ്ട ഒരു കാര്യം. ബർത്ത്ഡേ എന്റെ പറയാൻ പാടില്ല. എന്റെ ബർത്ത്ഡേ പറയുന്നത് അങ്ങനെ. നമുക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് നോക്കാം. അപ്പം എന്റെ കുഞ്ഞുവിന്റെ 270 രൂപയുടെ ഗിഫ്റ്റ് നമുക്ക് നോക്കാം. ബാക്കിയല്ല എനിക്കാണ് അവള് എന്നെ പറഞ്ഞു തരും. സാധനവും അവൾ എന്ത് ചെയ്യും, എന്തിനു വാങ്ങിച്ചെന്ന് പറഞ്ഞ് എനിക്ക് തരും. ഓക്കെ, എന്നാ പറഞ്ഞേ. ആദ്യത്തത് ഇവർക്ക് ഡ്രോയിങ് ഭയങ്കര ഇഷ്ടമെന്ന് പറഞ്ഞ് അതിനാണ് അല്ല നേരത്തെ അവൾക്ക് വേണം 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 ഈ സാധനം വാങ്ങാൻ വേണ്ടി അമ്മ കാല് വല്ല പിടിച്ചു. നീ ഇല്ല ഒരിക്കൽ നീ കടയിൽ വന്നപ്പോ എനിക്ക് ഞാൻ ഡ്രോയിങ് സ്കൂളിൽ പഠിക്കാൻ പോവാണ്, എനിക്ക് പോണമെന്നുണ്ട്. എനിക്കും പോകാനുണ്ട്. ഞാൻ അപ്പൊ ഞാൻ പോകാൻ വേണ്ടി അപ്പൊ ഞാൻ അങ്ങനെ സമ്മതി അടുത്തതാ ഞാൻ ഇവള് ഇനി ഇവിടെ വീട്ടിലൊന്നും കാണും. ഗൈസ്, അടുത്തത് ഒരു കുട്ടിയാണ്. ശരീരത്തിന് വെള്ളം കുടിക്കാൻ ഭയങ്കര മടിയാണ്. അപ്പൊ ഇങ്ങനെ കോളേജിൽ പോവുകയാണ്, ഈ PG ഒക്കെ പഠിക്കാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ ഇവക്ക് കുപ്പി വെള്ളം വേണം, അങ്ങനെയൊക്കെ ആയതുകൊണ്ട് കൊടുക്കണതാ. ഞങ്ങള് ബ്ലൂ ഉണ്ടായിരുന്നല്ലേ ഇതിന്റെ, അത് ഭയങ്കര കളറൊന്നും പറഞ്ഞ എനിക്ക് ഇതാണ് ഇഷ്ടം. കളർ ഇഷ്ടപ്പെട്ടാൽ കമന്റ് ചെയ്യൂ. അടുത്തത് ഈ സാധനം
ഇതൊക്കെ എനിക്കാണ്. അവക്ക് ഇഷ്ടമുള്ള നീ പറഞ്ഞു. എനിക്ക് ഇഷ്ടമുള്ള എന്റെ പൈസക്ക് ഇത് എനിക്കാണ് ഗൈസ്. ഇത് അവക്ക് എന്റെ പേരിൽ എന്ത് ചെയ്യാ സാധനങ്ങൾ വാങ്ങിക്കുക. അതിനാണ് അവൾ ഇത് എടുത്തത്. കണ്ടോ? പിന്നെ ഇത് കാണിച്ചത് എല്ലാം എനിക്ക് സത്യം പറഞ്ഞ എന്റെ മുഖം കഴിച്ചു. സത്യം പറഞ്ഞ എനിക്ക് കഴിച്ച് കാണിച്ചു തരണമെന്നുണ്ട്. പക്ഷേ ഇന്ന് ഫുള്ള് വയറ് ഫുള്ളായി പോയി. കേക്കും ലഡുവും പിന്നെന്തിനമ്മ എന്റെ പൈസക്ക് കൊടുത്ത് ഞാൻ തന്നെ എനിക്ക് എന്താ വെച്ചാൽ ഈ ഭയങ്കര ഇഷ്ടമാണ് സാധനം. ഓക്കെ നെക്സ്റ്റ് ഈ സാധനം ഗമ്മി. അത് അവിടെ വെച്ച് എന്നെ പയ്യ എലി കറമ്പിയതുപോലെ കറമ്പിയിട്ട് ഓരോന്നായിട്ട് എടുത്ത്. കണ്ടോ? ഓരോരെണ്ണം എടുത്ത് ഞാൻ എനിക്ക് അത് കളർ പച്ച. വേറെ കളറുണ്ടോ? കാണിച്ചു. അപ്പൊ നമ്മള് പച്ച ബിയർ കഴിക്കാണ് ഗൈസ്. പച്ച ബിയർ എനിക്കും ക്യാമറാമാന് തന്നില്ല. ക്യാമറമാന് കൊടുക്കാം അല്ലേ? പച്ച ചെല്ലി എനിക്കിതാ ക്യാമറമാൻ റിപ്പോർട്ടിങ് ദ ബർത്ത്ഡേ വിഷൂസ്. നല്ല ടേസ്റ്റ് ഇല്ല. പിന്നെന്താ തിന്നാ കൊള്ളാം. ഈ ടേസ്റ്റിൽ നമുക്ക് തിന്നണം. എനിക്ക് കിട്ടിയത് ഗൈസ് ഇതെല്ലാം എനിക്കാണ്. അടുത്ത സാധനം അയ്യോ ജസ്റ്റ് തിന്നാനുള്ള എല്ലാം വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ആകെ എനിക്കിത് ഈ 2 സാധനം തന്നെ കിട്ടും. ബാക്കി എല്ലാം നോക്കിക്കോ. താങ്ക് യു. താങ്ക് യു. ഓക്കെ താങ്ക് യു. ഓറിയോ ബിസ്ക്കറ്റ് ഇഷ്ടമല്ലാത്ത എനിക്ക് ഓറിയോ ബിസ്ക്കറ്റ് വരെ വാങ്ങിച്ചോണ്ട് വരാൻ തോന്നിയ മനസ്സ്. എടി ആർക്കടി കൂടുതൽ ഇഷ്ടം ഓറിയോ ബിസ്ക്കറ്റ്? ബൂസ്റ്റ്. ഈ ബൂസ്റ്റ് എന്തിനാണ് വാങ്ങിച്ചെന്ന് ചോദിച്ചു ഗൈസ്. ബൂസ്റ്റ് എന്തിനാ വാങ്ങിച്ചെന്ന് പറ. ബൂസ്റ്റ് മാഗി മാജിക്കോ ഇതൊക്കെ ഫ്രീ കിട്ടിയത് ഗൈസ്. കെച്ചപ്പിന്റെ കൂടെ ഇവള് കെച്ചപ്പ് വാങ്ങിച്ചപ്പോ ഇതിന്റെ കൂടെ ഫ്രീ കിട്ടിയതാണിത്. അത് പീസായി വാങ്ങിച്ചോണ്ട് ഇത് എന്തിനാന്ന് ചോദിച്ചു. ബൂസ്റ്റ് എന്തിനാണ് വാങ്ങിച്ചത്? 2 കവറ്. ഞാനാണെങ്കിൽ അമ്മ എടുത്ത് പറഞ്ഞ നമുക്ക് ഷാർജ് എടുപ്പിച്ചു കുടിക്കാം. ഇപ്പൊ എന്റെ ബർത്ത്ഡേ അല്ലേ? എന്നെ നിനക്ക് ഇത് എനിക്ക് ഇത് നിനക്ക് ഞാൻ ഓറിയോ ബിസ്ക്കറ്റ് കഴിക്കൂല ഗൈസ്. എനിക്ക് ഒന്നേ ഉള്ളൂ. എനിക്ക് 2 എണ്ണം കിട്ടി. അപ്പം ഇതാണ് അവളുടെ ഗിഫ്റ്റ് ഗൈസ്. നമുക്ക് ഇത്രയും സാധനം തിന്നെങ്കിൽ ബാക്കി കാണുന്നുണ്ട്. ഇതിപ്പോ എനിക്കാണോ അവക്കാണോ കിട്ടിയെന്ന് അറിഞ്ഞൂടാ. എനിക്കിതാ ഇത്രയും സാധനങ്ങൾ കിട്ടിയിട്ടുണ്ട്. അവളത് നോക്ക്. അവക്കാണ് നമുക്ക് പെയിന്റ് അടിക്കണമെന്ന് പറഞ്ഞ് പെയിന്റ് അടിക്കാൻ 60. ഇത് എത്ര പൈസ കണക്ക് പറയണ ഗിഫ്റ്റിന് പൈസ കണക്ക് പറയണ ഞാനല്ലേ. ഇത് എത്ര? 110. 110 പൈസ പറയണ 110. ഈ ബുക്കിന് 60. അങ്ങനെ 170. 10 5 10. നീ കൂട്ടിക്കോളൂ. പിന്നെ മുട്ടായി 10. മുട്ടായിക്ക് 10. 5 എനിക്കും 5 കിട്ടും. കണക്ക് പറയണ ഈ ദുഷ്ടത്തെയാണ് ഗൈസ് എന്റെ പറഞ്ഞു. പിശുക്കി ഇവർ ഇത്രയും നേരം പിശുക്ക് കണക്ക് പറയണ. ഞാൻ ചോദിക്കട്ടെ, നീയേ ശ്രീകുട്ടി അവളെ ബർത്ത്ഡേക്ക് എന്തിനു വാങ്ങിച്ചു കൊടുക്കും? ഞാൻ വാങ്ങിച്ചു കൊടുത്തു ഗൈസ്. കളറ് ആര് പൈസക്ക്? കളർ ഞാൻ വാങ്ങിച്ചു കൊടുത്തു. എനിക്ക് പൈസ കൂട്ടി വെക്കണ ശീലമൊന്നുമില്ല. എനിക്ക് ആവശ്യമുള്ള സമയത്ത് ഞാൻ പൈസ അമ്മയോട് ചോദിക്കും, വാങ്ങിച്ചു കൊടുക്കും. ഇത് പൈസ ഓരോന്ന് കൊടുക്കും, കൂട്ടി വെക്കും. ഒന്നും ചെലവാക്കൂല അവള്. എന്നിട്ട് ചെലവാക്കൂന്ന് വെച്ചാൽ ചെലവാക്കും. എന്ത് വേണമെങ്കിലും വാങ്ങിച്ചു തരും. എനിക്ക് വേണ്ട വാങ്ങിച്ചത്. എന്റെ ബർത്ത്ഡേക്ക് ഇവക്ക് വേണ്ടി വാങ്ങിച്ചത്. എന്റെ അത് കേക്കണേ, എന്റെ ബർത്ത്ഡേക്ക് ഇവക്ക് വേണ്ടി വാങ്ങിച്ചത്. പപ്പടിയോ സാധനമാണ്.